ഹായ് ഫോക്സ്, ഡെയിലി റിവ്യൂ. സോ നമ്മൾ ഇനി തൊട്ട് ഫോറക്സ് ഫസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ചിലാണ്. നമ്മൾ ഫോറക്സിന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഫ്യൂച്ചേഴ്സിലോട്ട് പോകുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ഡി എന്നുള്ള പേരാണ്. യൂറോ യു എസ് ഡിയിൽ ഒരു ബ്യൂട്ടിഫുൾ സെൽ ഉണ്ടായിരുന്നു. സോ നമ്മൾ മാർക്കറ്റിൽ വന്നു, ഡെയിലി ചാർട്ട് എടുത്തു, പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും മാർക്ക് ചെയ്തു. സോ പ്രീവിയസ് ഡേ നമ്മുടെ പുതിയ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഡേയുടെ ഹൈയുടെ അടുത്തായിരുന്നു. സോ നമ്മൾ പൊട്ടൻഷ്യൽ ലിക്വിഡിറ്റി സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ തന്നെയാണ്. കാരണം ഒരു ബെയറിഷ് ഡേയിൽ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ആണ്. മാർക്കറ്റ് കുറച്ച് നാളായിട്ട് ഫോളിംഗ് ആണ്. സോ നമ്മൾ ഒരു ബെയറിഷ് ഡേക്ക് വേണം എക്സ്പെക്ട് ചെയ്യാൻ. അങ്ങനെയാണ് നിങ്ങൾ ബയാസ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ലൈക് ഒരു പുതിയതായിട്ട് നിങ്ങൾ ഇതിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ ബയാസ് ഫോം ചെയ്യാനായിട്ട് നമ്മളിപ്പം പ്രീവിയസ് ഡേയുടെ ഹൈയുടെ അടുത്താണോ ലോയുടെ അടുത്താണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഡേയുടെ ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് പ്രീവിയസ് ഡേയുടെ ഹൈയുടെ അവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോകുവാണെങ്കിൽ പ്രീവിയസ് ഡേ എന്ന് പറയുന്നത് മൺഡേ ആയിരുന്നു. മൺഡേയുടെ ഹൈ നമ്മുടെ ട്യൂസ്ഡേ ലണ്ടൻ സെഷനിലാണ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇൻവേർഷൻ ഗ്യാപ്പ് ഉപയോഗിച്ച് എൻട്രി ചെയ്തവർക്ക് ഈ ഒരു 50% ഓഫ് ദ റേഞ്ച് ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ, അഡ്വാൻസ് അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമ്മുടെ പ്രൈസ് തിരിച്ചു വരുന്നത്. സോ ഇതൊരു പിന്നെ ഈ ഒരു എൻട്രി കിട്ടാത്തവർക്കും ഈ ഒരു ഇൻവേർഷൻ ഗ്യാപ്പ് ഉപയോഗിക്കുന്നവർക്കും ഇതൊരു ബ്രേക്കർ ആണ്. ഹൈ ലോ ഹയർ ഹൈ, ഇതൊരു ബെയറിഷ് ബ്രേക്കർ ആണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമ്മുടെ ബെയറിഷ് ബ്രേക്കർ. സോ ആ ഒരു ബെയറിഷ് ബ്രേക്കറിൽ പ്രൈസ് ടാപ്പ് ചെയ്തു, ആ ഒരു പ്രൈസ് നമ്മുടെ ഒബ്ജക്റ്റീവിലെത്തി. ഒന്നും കൂടെ ചെറിയ ടൈം ഫ്രെയിംസിൽ നോക്കേണ്ടവർക്ക് പ്രൈസ് എക്സാക്ട്ലി നമ്മുടെ ലണ്ടൻ സെഷനിൽ പ്രീവിയസ് ഡേ ലിക്വിഡിറ്റിയും ഏഷ്യൻ സെഷന്റെ ഹൈയും എടുത്തു. സോ ഏഷ്യൻ സെഷന്റെ ഹൈ എടുത്തു കഴിഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ്, നമ്മുടെ ഫസ്റ്റ് എൻട്രി, നിങ്ങളുടെ സെക്കൻഡ് എൻട്രി, ആ പ്രൈസ് വന്ന് നിങ്ങൾക്ക് 10 പിപ്പിന് എയിം ചെയ്യാം, അതായത് ഏഷ്യന്റെ ലോ ഒക്കെ എയിം ചെയ്യാം. പക്ഷെ മാർക്കറ്റ് ഇന്ന് ബെയറിഷ് ആയതുകൊണ്ടും ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിൽ പോയതുകൊണ്ടും ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിൽ ചെന്ന് ഷോർട്ട്സ് ആയതുകൊണ്ടും നമ്മുടെ പ്രീവിയസ് പ്രൈസിന്റെ അല്ല, അതിന്റെ പ്രീവിയസ് ഡേയുടെ വിക്കിന്റെ 75% വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് പെർസെന്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പില്ല, നമ്മുടെ റേഞ്ചിന്റെ ഏറ്റവും വലിയ സെക്കൻഡ് പെർസെന്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് പ്രൈസ് ടാർഗറ്റ് ചെയ്യാം. ഇതൊരു ലെത്താർജിക് മൂവ്മെന്റ് ആയിരുന്നു. നോർമൽ മാർക്കറ്റ് ക്രാഷ് ആണെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് അല്ലായിരുന്നു. സോ ഇതായിരുന്നു ഫോറക്സിന്റെ റിവ്യൂ. നമുക്ക് നാളെയും ഫോറക്സിന്റെ റിവ്യൂസ് ഞാൻ ഇടാം. കമ്മിങ് ടു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, ഇന്നൊരു ക്ലാസിക് ബൈ ഡേ ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ലണ്ടൻ സെഷനിൽ ഏഷ്യയുടെ ലോ എടുത്തു, മാർക്കറ്റ് അപ്പത്തൊട്ട് തിരിച്ചുപോയി. ന്യൂയോർക്ക് ഓപ്പണിങ്ങിന് മാർക്കറ്റ് ഒന്ന് റിട്രൈസ് ആയി കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു. ലോവർ ടൈം ഫ്രെയിംസിലേക്ക് വരുവാണെങ്കിൽ ലണ്ടൻ ഹൈ, ലണ്ടൻ ലോ, ലണ്ടന്റെ 50%ലായിരുന്നു മാർക്കറ്റ് ഓപ്പണിംഗിൽ വന്നിട്ട് ലൈക്ക് ഒരു ഇൻവേർഷൻ ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് AM സെഷൻ പോയത്. AM സെഷൻ പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തിട്ട് തിരിച്ച് റിട്രേസ് ആയി, പിന്നെയും മൂവ്മെന്റ് ഭയങ്കര ലെത്താർജിക് ആയിട്ട് പോയി. പ്രീവിയസ് വീക്കിന്റെ ഹൈ, ഫ്രൈഡേയുടെ ഹൈ എടുത്തു, മാർക്കറ്റ് ക്ലോസ് ആയി. സോ ഇതാണ് ഇന്നത്തെ റിവ്യൂ. ഗോൾഡിന്റെ റിവ്യൂസ് വേണം എന്നുള്ളവർക്കും ഗോൾഡിന്റെ മോഡൽസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഗോൾഡിന്റെ ടൈമിങ്സും ഗോൾഡിന്റെ എക്സ്റ്റേണൽ വേരിയബിൾസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഞാൻ ചെയ്യാത്തത്. ഗോൾഡിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ ചെയ്തിട്ട് നമുക്ക് ഗോൾഡിന്റെ റിവ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഭയങ്കര ഫോറിൻ ആയിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ഗോൾഡിന്റെ റിവ്യൂസ് വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക, നമുക്ക് ഗോൾഡിന്റെ റിവ്യൂസും ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. വൈൻഡിങ് അപ്പ്. താങ്ക് യു സോ മച്ച്. ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ ഫോക്സ്.